വല്ലേക്കാടൻ കുട്ടപ്പൻ 1 2 3 30 രൂപ. മാട്ടാത്തൊടി രാജൻ 50 രൂപ. കുന്നുംപുറത്ത് കൃഷ്ണൻകുട്ടി 25 രൂപ. കുന്നുംപുറത്തുകാർ 25 രൂപയെ തന്നുള്ളൂ. അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് നമ്മൾ 25 കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണത്തിനോട് ഗോവു മാത്രമേ പോയുള്ളൂ. ഇത് കുന്നുംപുറത്ത് 3 പേരെ വന്ന് മിഷ്ടാനം ഉണ്ടേച്ചു പോയത്. കല്യാണ തിരക്കിനിടയ്ക്ക് നീ അത് നോക്കിയോ? നോക്കാതെ പറ്റില്ല അച്ഛാ. വിഷു ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊരു ആശംസ കാഴ്ചയാലൊന്നും കല്യാണത്തിന് നടക്കുകയില്ല. ഓണം കൊണ്ട് കാര്യമാറായി. എനിക്ക് ഉറക്കം വരുന്നു. അവൻ പോയി കിടന്ന് ഉറങ്ങിട്ടാ ഉണ്ണി. പ്രേമ നീ പോ. എന്ന് പറഞ്ഞാൽ അങ്ങനെ അവനും കണക്കറിയണ്ടേ? എനിക്കൊന്നും അറിയണ്ട. എടാ ഗോപു, നീ ഇരുന്ന് എഴുത്. വേണ്ട, ഞാൻ എഴുതാം. നീ പോയിട്ട് പഠിക്കടാ. വേണ്ട, ആരും സഹായിക്കണ്ട, ഞാൻ തന്നെ എഴുതിക്കോളാം. വീട്ടിലായാലും ബാങ്കിലായാലും കണക്കെടുത്ത് നമ്മുടെ പഠിക്കാനാ. ഒന്നുമില്ലേ? സംഭാവനക്കാരുടെ ലിസ്റ്റ് എടുപ്പായിരുന്നു. പണത്തിന്റെ കണക്ക് തലയിൽ കയറിയ മനുഷ്യന്റെ വിവേകം നശിക്കും. ഉണ്ണിയേട്ടന്റെ കണ്ണില് ലോകം മൊത്തം ഒരു ബാങ്കാ, വേൾഡ് ബാങ്ക്. വല്ല നാടകത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു രംഗത്ത് എടോ നിഷ്ഠുര കാപാലിക, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്, തന്റെ പണക്കണക്ക് പോയി തൊലയട്ടെ എന്നൊരു ഡയലോഗ് കാച്ചാമായിരുന്നു. പഴങ്ങളുടെ തട്ടവിടെ, ആപ്പിളും ഓറഞ്ചും ഒക്കെ അങ്ങനെയാണല്ലോ രീതി. പിന്നെ ഒരു ഗ്ലാസ് പാല്. സിനിമയിലൊക്കെ ആദ്യ രാത്രി തുടങ്ങി കണ്ടിട്ടുള്ളത് ഇതൊക്കെ നല്ലോണം ഭക്ഷിച്ചോണ്ടാ. പാലുണ്ടായിരുന്നു, തണുത്തു തുടങ്ങിയപ്പോ ഞാൻ കുടിച്ചു. ഓ, അപ്പൊ ദൈവത്തിനുള്ളത് പൂജാരി വിഴുങ്ങി. കുഴപ്പമില്ല, തൽക്കാലം ദൈവം ശപിക്കുന്നില്ല. മാത്രമല്ല വരം വല്ലവും വേണേ ചോദിക്കുകയും ആവാം. ഒടുവിൽ പറഞ്ഞത് കാര്യമായിട്ടാ. ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇന്ദുവിന് തുറന്നു പറയാം. എന്നാ പറയട്ടെ? തീർച്ചയായും. നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാനോ? ആദ്യ രംഗത്ത് തന്നെ ആന്റി ക്ലൈമാക്സ് വേണോ എന്റെ ഭഗവാനെ? ഇത് മുഴുവനും ഇന്ന് അലക്കാൻ പോവാ. കുറച്ചോടിട്ടൊക്കെ ഞാൻ അലക്കിക്കോളാം. വേണ്ടമ്മേ, ഒറ്റ അലക്കിന് തീർന്ന അതാ സുഖം. അച്ഛനെ ഷട്ടിങ് തന്നെ. ഓ, ഇത് മുഷിഞ്ഞില്ല മോളെ. ഇന്നലെ ഇതല്ലേ ഇട്ടത്, മുഷിഞ്ഞില്ലേലും സാരമില്ല. എന്റെ ഷർട്ട് മുണ്ട് എടുത്തോട്ടെ. കണ്ടോ, പഠിക്കുന്നതിനിടയിൽ അവന്റെ ഒരു കാര്യാന്വേഷണം. വായിക്കുന്ന പുസ്തകത്തിൽ ശ്രദ്ധിച്ചു വായിക്കടാ. ഈ ചെക്കനെ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇന്നലെ അവൻ എന്നോട് പറയാന്നേ, അവന് ഡ്രൈവിംഗ് പഠിക്കുന്നതാ ഇഷ്ടംന്ന്. അതിനെന്താ ഇത്ര കുറവ്? നല്ല അന്തസ്സുള്ള ജോലി തന്നെ ഡ്രൈവിങ്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കച്ചാ. പക്ഷെ നിന്നെ പോലെ ബുദ്ധി കുറഞ്ഞവന്മാർക്ക് ആ പണി പറഞ്ഞിട്ടില്ലടാ. നീ പുസ്തകം കാണാപ്പാടം പഠിച്ച് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ മറ്റോ ആകാൻ നോക്ക്. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ദേവി, എനിക്ക് തെറ്റിപ്പോയി. സത്യത്തിൽ നീ ഒരു കാളസർപ്പമായിരുന്നു. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ചേച്ചി പറഞ്ഞത് കേട്ടോ, നമ്മളോട് പുറത്തൊക്കെ ഒന്ന് പോയി വരാൻ, വല്ല സിനിമയ്ക്കോ മറ്റോ. അതൊന്നും വേണ്ട. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി. അത് ഇവിടെ ഇപ്പോ നല്ല സിനിമയൊന്നും ഓടുന്നില്ല. നല്ലതോ ചീത്തയൊന്നും കണ്ടാലല്ലേ പറയാൻ പറ്റൂ. ഇപ്പോ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാ ഞാൻ കണ്ടുമുട്ടിയ ആദ്യ. എനിക്ക് ചീത്ത പടം കണ്ടാ മതി. അങ്ങനെ ഇപ്പൊ കാണണ്ട. കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ മതി. അതല്ല, സത്യം പറയാലോ, നമ്മൾ ഒന്നിച്ച് പകൽ വെളിച്ചത്തിൽ നടന്നാല് അതെന്റെ ഇമേജിന് സ്വല്പം മോശമാണ്. എന്ന് വെച്ചാൽ എന്റെ ലേഡീസ് ഓഡിയൻസ് അപ്സെറ്റ് ആവും. മോഹൻലാൽ പെണ്ണ് കെട്ടാൻ പോകുന്ന വിവരം അറിഞ്ഞ് അയാളുടെ എത്ര ലേഡീസ് ഫാൻസാ നിരാശപ്പെടുന്നതെന്ന് അറിയോ നിനക്ക്? കെട്ടാത്ത നടന്മാരെ ആ ലേഡീസിന് ഇഷ്ടം. ലേഡീസിന് മാത്രമല്ല, എല്ലാവർക്കും. പിന്നെന്തിനാ കിട്ടിയത്? അല്ലെങ്കിൽ നിങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയൊന്നല്ലോ. ഇപ്പോഴല്ല, നാളെ ചിലപ്പോ ആയിക്കൂടൊന്നില്ലല്ലോ. വടകരയില് ഞങ്ങളുടെ നാടകം കാണാൻ വന്ന സിനിമാ പ്രൊഡ്യൂസർ എന്നെ കനത്ത രീതിയിലൊന്ന് നോട്ടോട്ടിരിക്കുകയാണ്. തമാശയല്ല, ഒരു മഹാൻ പറഞ്ഞതെന്താണെന്നറിയോ? ഒരു യഥാർത്ഥ കലാകാരന്റെ അമ്മ അവരുടെ 70-ാം വയസ്സിലും ചെരുപ്പില്ലാതെ നടക്കും. അവന്റെ ഭാര്യ പട്ടിണി കിടന്ന് നരകിക്കും. ഇന്നൊരു ദിവസത്തേക്ക് ഈ തത്വമൊക്കെ മറക്കാം. മുഖം വീർപ്പിക്കണ്ട. ഉച്ച കഴിഞ്ഞിറങ്ങാം. ഒരു കറക്കം, ഒരു മാറ്റിനി. ചെല്ലു, ഒരു ചായ ഇട്ടുകൊണ്ട് വാ. ചെല്ലാൻ. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്.
ആവൂ ഞങ്ങൾ സംശയിച്ചിരിക്കായിരുന്നു. പ്രോഗ്രാം നേരത്തെ പറയാത്തതുകൊണ്ട് പ്രേമൻ ഇവിടെ കാണുമെന്ന്. കവിതാലയക്കാരുടെ ഹീറോയിനിക്ക് സുഖമില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു പകരക്കളി വീണ് കിട്ടി. നമുക്ക് പോയിക്കളെ. ആ ഇന്ന് വേണ്ടെന്ന് പറയുന്നേ. അത് പറ്റില്ല. ആ മഹാൻ കലാകാരന്മാരെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒരു യഥാർത്ഥ കലാകാരന്റെ ഭാര്യക്ക് ഇതുപോലുള്ള പല ദുർഘട ഘട്ടങ്ങളെയും അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷണമാണ് കുട്ടി, പരീക്ഷണമാണ്. ദേ ഇങ്ങോട്ട് വന്നേ. പറഞ്ഞോ. ഇങ്ങോട്ട് വരുന്നേ. നമ്മുടെ ആശ ദൈവം കേട്ടു എന്നാ തോന്നുന്നേ. നമ്മുടെ ഏതാശ? ഗീതയ്ക്ക് വിശേഷം ഉണ്ടോന്നൊരു സംശയം. ആ നിന്നോട് പറഞ്ഞോ? 2-3 ദിവസം മുമ്പ് ഒരു സൂചന തന്നിരുന്നു. ഇപ്പതാ കടുമാങ്ങ ഇട്ട ഭരണിയുടെ കെട്ട് പൊട്ടിച്ചിരിക്കുന്നു. നവംബറില അല്ല, സുഖപ്രസവമാണെ കുഴപ്പമില്ലായിരുന്നു. വല്ല കോംപ്ലിക്കേഷൻ അടച്ചെങ്ങാനെങ്കിലും ഉണ്ടായെങ്കിലും ഒന്ന്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പ്രമോഷൻ കിട്ടിയിട്ട് മതിയായിരുന്നു. എന്നാൽ ഇതങ്ങ് വേണ്ടെന്ന് വെക്കാം. എന്നാണോ ഞാൻ പറഞ്ഞത്? എടി, നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പാർട്ടി കടന്നു വരികയാണ്. അതിനു മുമ്പ് നമ്മളൊന്ന് തയ്യാറാവണ്ടേ? പിന്നെന്താ ഇങ്ങനെ ഒരു സ്നേഹമില്ലാത്ത പോലെ? സ്നേഹമില്ലെന്നോ? ആർക്ക്? ഇങ്ങോട്ട് നോക്ക്. ഒരച്ഛനാകുന്നതിന്റെ ത്രില്ലൊക്കെ എനിക്കും ഉണ്ടടി. എന്നാ താമസിക്കണ്ടെന്ന് പറയൂ ഗീതോട്. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണം. മാത്രമല്ല ട്രെയിനിന്റെ കാര്യം വിശ്വസിക്കാനും പറ്റില്ല. ചിലപ്പോ നേരത്തെ വരും, അല്ലെങ്കിൽ എത്ര കാത്തിരുന്നാലും വരൂല്ല. പ്രസവത്തിനാണെങ്കിലും അവിടെ ഇവിടുന്ന് പോകാന്ന് പറയുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം. മാത്രമല്ല ദൂരവും കൂടുതലല്ലേ. ഇന്നത്തെ കാലത്ത് ദൂരെ ഒരു പ്രശ്നമാണോ? ഹേ, നിങ്ങൾക്ക് അവളെ കാണണം തോന്നുമ്പോ എപ്പോ വേണമെങ്കിലും വരാലോ അങ്ങോട്ട്. അതല്ല ഞാൻ ആലോചിക്കുന്നേ. പ്രസവം ഇവിടെ ആക്കിയാൽ എന്താ? അവിടെ ഗീതയുടെ കാര്യത്തിൽ കുറവൊന്നും ഉണ്ടാവില്ലെന്നറിയാം. ഇവിടെ ആകുമ്പോ സ്ഥിരമായിട്ട് നോക്കുന്ന ഡോക്ടറുണ്ട്, പിന്നെ ഞങ്ങളെല്ലാം ഉണ്ട്. എന്ന് വെച്ച് നാട്ടുനടപ്പ് നടത്തണ്ടെന്നാണോ? അവളുടെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ, അമ്മയുണ്ട്, അമ്മാവനായിട്ട് ഞാനും ഉണ്ട്. ഒരു പ്രസവം നോക്കാനുള്ള ശേഷിയും ഇപ്പൊ ഞങ്ങൾക്കുണ്ട്. അയ്യോ, അതല്ല പറഞ്ഞത്. അത് തന്നെ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു 10 ദിവസം അവളെ വീട്ടിൽ നിർത്തിയിട്ടില്ല. ഇപ്പോഴെങ്കിലും അതിന് സാധിച്ചില്ലെങ്കിലേ നാട്ടുകാർ ഞങ്ങളെ കളിയാക്കും. അവളുടെ അമ്മയാണ് ഇവിടെ കാത്തു നിൽക്കുക. ആരോഗ്യം ഉണ്ടായിരുന്നേ അവളോട് വന്നേനെ കേട്ട്. ഇക്കാര്യം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ അയ്യോ. ഞാൻ വരുന്നേ. അച്ഛനത്തിന് ആവശ്യമില്ല ടെൻഷൻ ഉണ്ടാക്കുന്നേ. അങ്ങനെ അല്ലെങ്കിലേ ചൂടനാ. ഇനി ഇതുകൂടെ വഴക്കാവും. ആദ്യ പ്രസവം എന്നൊക്കെ വെച്ചാൽ പെൺവീട്ടുകാരുടെ അവകാശമാണ്. മാത്രമല്ല നിനക്ക് ഇപ്പൊ എന്താ ചെലവെന്നറിയോ? ഗീതേ, പെട്ടെന്ന് റെഡിയാവോ, ഞാൻ പോയി വണ്ടി വിളിച്ചിട്ട് വരാം. അമ്മ അധികം പണിയൊന്നും എടുക്കരുത്. പിന്നെ അലക്കാനുള്ള തുണിയൊക്കെ ആ കാർത്തിയാനെ വിളിപ്പിച്ചിട്ട് അവളെ കൊണ്ട് അലക്കിച്ചാ മതി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോള് ദേഹം അനങ്ങാതെ സൂക്ഷിക്കണം. ദേഹം അനങ്ങണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ ഡോക്ടർ അങ്ങനെയൊക്കെ പറയും. മോൾ അതൊന്നും കേൾക്കണ്ട. ശരി. ഇന്ദു, പ്രേമനോട് വഴക്കിടരുത്. അവനെ ആള് പാവാ. ഞാൻ വരുമ്പോഴേക്ക് നീ പുതിയ വിശേഷങ്ങളൊക്കെ പറയണം. ആ ഗോപു, ഇത്തവണ പരീക്ഷാഫലം വരുമ്പോ ഇവരൊക്കെ ഞെട്ടണം. അല്ലെങ്കിലും എന്റെ പരീക്ഷ പോലെ അറിയുമ്പോ ഇവരൊക്കെ ഞെട്ടാറുള്ളതല്ലേ? അങ്ങനെയല്ല, ക്ലാസ് വാങ്ങിക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാ ഗോപുന് പറ്റും. പറ്റും. അച്ഛാ, മഞ്ഞത്തൊന്നും ഇറങ്ങി നടക്കരുത്. പിന്നെ സ്വാമിമുറിയിൽ രാസനാഥപ്പൊടി വാങ്ങി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞാൽ ഉടനെ അത് തലേ തിരുമണം. മൂക്കിലൊഴിക്കുന്ന തുള്ളിമരുന്നിന്റെ കാര്യം ഞാൻ ഇന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ദു, ആ മരുന്നിന്റെ കാര്യം മറക്കല്ലേ. മോള് സമയമാകുന്നതിന് മുമ്പ് തന്നെ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ആകണം. വേദന തോന്നുമ്പോൾ കൊണ്ടുപോകാൻ പെട്ടെന്ന് ആരും ഉണ്ടായെന്ന് വരില്ല. പിന്നെ അച്ഛനൊന്നും പേടിക്കാതിരുന്നേ. ഇത് കണ്ടോ അമ്മേ, അച്ഛനാ പേടി മുഴുവൻ. അല്ല, ആദ്യമായിട്ട് മുത്തശ്ശനാകാൻ പോലെ, അപ്പൊ അതിന്റെ ഒരു അതെ അതെ അതെ. വേറെ പിന്നെ അമ്മേ, വടക്കേലെ കാർത്തൂന് ഇന്നലത്തെ നെയ്യിന്റെ കാശ് കൊടുത്തില്ല, അത് കൊടുക്കണം. പിന്നെ നമ്മുടെ മുളയടിക്ക് ദിവസം വെള്ളം ഒഴിക്കണം. അതൊക്കെ അമ്മ നോക്കിക്കോളാം. വണ്ടി വന്നു, ഒന്ന് വേഗം ഇറങ്ങാ.
ഒരു ടാക്സി വിളിക്കായിരുന്നില്ലേ മോനെ ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും സ്റ്റേഷനിൽ എത്തിക്കുള്ളൂ. ടാക്സി ആകുമ്പോൾ 25 രൂപ, ഇതാവുമ്പോൾ 10 രൂപ നിൽക്കും. ബാ 2 രൂപ കൂടുതൽ തരാന്ന് പറഞ്ഞു. തരത്തില്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. വാ സൂക്ഷിച്ചാൽ കയറ സാരിന്ന് കുത്തിക്കരുത്. അപ്പൊ പൈസയുടെ കാര്യോ? ആള് കയറട്ടോ. ഒരു ഓട്ടോ കൂടെ വേണ്ടി വരുമോ? എന്തിന്? ഇനിയും കയറില്ല, 7 എണ്ണം വേണമെങ്കിൽ. അമ്മേ ഭഗവതി. അച്ഛാ നാളെ ഞാൻ വരും.